Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Propwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ആൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജി CUET PG 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 26 ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ആസ് യു ഓൾ നോ 25 വരെ നിങ്ങളുടെ പാർട്ട് A ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾക്ക് സൈക്കോളജിയിൽ ഒരു 75 ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളും ക്വസ്റ്റ്യൻ വായിക്കുക. ആൻഡ് ഇവിടെ സ്ക്രീനിൽ ആൻസർ കാണിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആൻസർ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ആൻഡ് നിങ്ങൾ എല്ലാവരും ഒരു പെൻ ആൻഡ് പേപ്പർ കയ്യിൽ വെച്ചിരിക്കുക. അതായത് ഓരോ ഇപ്പോ നിങ്ങൾക്ക് ഇതിലെ ഓപ്ഷൻസ് നോക്കുക. കൺസർവേഷൻ ടാസ്ക്, സ്കൂപ്പ് ടാസ്ക്, ട്രെയിൽ മേക്കിംഗ്. ഇത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഓപ്ഷൻസും ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും പോവുക. കറക്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോവല്ല, മറിച്ച് ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്തായിരിക്കും പോവുക. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ്, അറിയാത്ത ഓപ്ഷൻസ്, അറിയാത്ത കോൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതി വെക്കുക, കൂടുതൽ വായിക്കുക. ഓക്കെ, സോ ആ ഒരു രീതിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ സൈക്കോളജി, ചൂസ് ദ ടാസ്ക് that assess executive functions. നമ്മളുടെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാസ്കുകൾ ഏതാണെന്ന് 5 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കൺസർവേഷൻ ടാസ്ക്, സ്ട്രൂപ്പ് ടാസ്ക്, ട്രെയിൽ മേക്കിംഗ് ടാസ്ക്, കളർ സ്പാൻ ബാക്ക്വേർഡ് ടാസ്ക് ആൻഡ് ഫാൾസ് ബിലീഫ് ടാസ്ക്. ഓക്കെ, ആൻഡ് നമുക്ക് ആൻസർ ചൂസ് ചെയ്യാൻ 4 എണ്ണാണുള്ളത്. സോ നിങ്ങളൊന്ന് ഈ ഓരോ ടാസ്കുകൾ അറിയുന്നവരൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ടീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹയർ ലെവൽ കോഗ്നിറ്റീവ് സ്കിൽസ് അല്ലെ, കുറച്ചും കൂടെ ലോജിക്കലി റീസണിങ് ഒക്കെ വരുന്നതാണ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹയർ ലെവൽ കോഗ്നിറ്റീവ് സ്കിൽസിനെയാണ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. റീസണിങ്, ലോജിക്കൽ തിങ്കിങ് എല്ലാം അതിൽ വരും. ഓക്കെ, സോ ഏതായിരിക്കും ആൻസർ? ഓക്കെ, സോ ദ ആൻസർ ഇസ് B, C and D only. That is Stroop task, trail making task, color span backward task. Okay, B, C and D only എന്നതാണ് ആൻസർ വരിക. ഇനി ഓരോ ടാസ്കുകൾ എന്താണെന്നൊന്ന് ഷോർട്ട് ആയിട്ട് പറയാം. കൺസർവേഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ പരന്നിരിക്കുന്ന ഒരു പാത്രത്തിൽ നിന്ന് വലിയൊരു കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. പക്ഷെ രണ്ടിലും 1 ലിറ്ററിന്റെ ഒരു ബൗളിൽ നിന്ന് 1 ലിറ്ററിന്റെ ബോട്ടിലേക്കാണ് നമ്മൾ വെള്ളം മാറ്റുന്നത്. അപ്പൊ എന്താണ്, ചിലപ്പോൾ നമുക്ക് ബൗളിലായിരുന്നു കൂടുതൽ എന്ന് തോന്നാം, ബോട്ടിലായിരുന്നു കൂടുതൽ എന്ന് തോന്നാം. പക്ഷെ രണ്ടും 1 ലിറ്റർ ആണ്. സോ അതിന്റെ ക്വാണ്ടിറ്റി സെയിം ആണ് എന്ന് മനസ്സിലാക്കലാണ് കൺസർവേഷൻ ടാസ്ക്. ഓക്കെ, നമ്മളൊരു സാധനത്തിൽ നിന്ന് മറ്റൊരു സാധനത്തിലേക്ക് സെയിം ക്വാണ്ടിറ്റി ഓഫ് സാധനം മാറ്റുമ്പോൾ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നില്ല എന്നുള്ളത്. സെക്കൻഡ് വൺ, സ്ട്രൂപ്പ് ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പോ ഗ്രീൻ എന്ന വേർഡ് എഴുതിയിരിക്കുന്നത് റെഡ് കളറിലായിരിക്കും. അതായത് ചുവന്ന മഷി കൊണ്ട് GREEN എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ എന്താണ്, ചുവന്ന മഷി കൊണ്ട് BLUE. കളറിന്റെ പേര് വേറെ, എഴുതുന്ന നിറം വേറെ. ഇപ്പൊ നമുക്ക് അത് പെർസീവ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. പെട്ടെന്ന് റെഡ് ഗ്രീൻ കളറിൽ, പിന്നെ ഗ്രീൻ റെഡ് കളറിൽ, പിന്നെ ബ്ലൂ എന്ന് എഴുതിയിരിക്കുന്ന യെല്ലോ കളറിൽ, യെല്ലോ എന്ന് എഴുതിയിരിക്കുന്ന ബ്രൗൺ കളറിൽ. ഓക്കെ, സോ വേർഡും ആ കൊടുത്തിരിക്കുന്ന കളറും ലൈക് കളേഴ്സിന്റെ പേരും ആ കളറും തമ്മിൽ മാച്ച് ചെയ്യാത്തൊരവസ്ഥയാണ് സ്ട്രൂപ്പ് ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗ്രീൻ എന്ന് റെഡ് കളറിൽ എഴുതുക, റെഡ് എന്ന് ബ്ലൂ കളറിൽ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ട്രെയിൽ മേക്കിംഗ് ടാസ്ക്. ട്രെയിൽ മേക്കിംഗ് ടാസ്ക് ഒരു ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. ഇതിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഡോട്ട്സ് തരും. ആസ് ക്വിക്ലി ആസ് പോസിബിൾ ആ 25 ഡോട്ട്സ് കണക്ട് ചെയ്യുക. അതാണ് ഒരു ട്രെയിൽ ഉണ്ടാക്കുക, ട്രെയിൽ മേക്കിംഗ് ടാസ്ക്. നെക്സ്റ്റ് ഇസ് കളർ സ്പാൻ ബാക്ക്വേർഡ് ടാസ്ക്. കളർ സ്പാൻ ഇപ്പൊ ഒരു കളറിന്റെ തന്നെ ഡിഫറെന്റ് ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഗ്രീനിന്റെ ആണെങ്കിൽ തന്നെ ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, ഒരുപാട് ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ടാവും. ആ കളേഴ്സിനെ ഡാർക്കർ ടു ലേറ്റർ എന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് കളർ സ്പാൻ ബാക്ക്വേർഡ് ടാസ്ക്. Then last one is false belief task എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസങ്ങളും ഓൾസോ മറ്റു വിശ്വാസങ്ങളും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് false belief task എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സ്ട്രൂപ്പ് ടാസ്കും ട്രെയിൽ മേക്കിംഗ് ടാസ്കും കളർ സ്പാൻ ബാക്ക്വേർഡ് ടാസ്കും ആണ്. ഓക്കെ, നമ്മുടെ ഹയർ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് വേണ്ടത് ഈ 3 ടാസ്കുകൾക്കാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഓപ്ഷൻ B, C and D വന്നിരിക്കുന്നത്. Okay, next question is given below are 2 statements. One is labeled assertion and the other is labeled as R.
ഓക്കെ, ലാസ്റ്റ് ഇയർ തൊട്ടാണ് അധികവും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളൊരു ലാസ്റ്റ് ഇയർ അതിന് മുമ്പത്തേക്ക് CUET ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറവാണ്. ഇതിപ്പോ ഒരു നെറ്റ് ലെവൽ CUET ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് ഇയർ ബൈ ഇയർ കൂടി വരികയാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് യൂഷ്വലി നമുക്ക് നെറ്റ് എക്സാമിന് ആണ് കാണാറ്. ഓക്കെ, ഇവിടെ അസേർഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്റ്റാൻഡേർഡ് സ്കോർസ് എക്സ്പ്രസസ് ദ ഇൻഡിവിജ്വൽസ് ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി റീസൺ, അസേർഷന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളതാണോ റീസണിങ് എന്നാണ് കേട്ടോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, അത് മനസ്സിലാക്കുക. ഇനി റീസൺ കൊടുത്തിരിക്കുന്നത് ഇതാണ്: linearly derived standard scores are often designated simply as z-score. ഇവിടെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. രണ്ട് അസേർഷനും ആറും, both A and R are true and R is the correct explanation. Both A and R are true. രണ്ടും ശരികളാണ്, പക്ഷെ R correct explanation അല്ല. Then options A is correct but R is not correct. A is not correct but R is correct. എല്ലാ assertion reason questionസിന്റെയും ഈ ഓപ്ഷൻസ് ഈ 4 തന്നെയായിരിക്കുള്ളൂ. 4 പോസിബിലിറ്റി ആണ് ഇവിടെ വരാൻ സാധ്യതയുള്ളത്. ഈ 4 പോസിബിലിറ്റിയും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് തോന്നുന്ന എന്താണ്? എ എന്താണ് എന്ന് വായിച്ചു. സ്റ്റാൻഡേർഡ് സ്കോർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മീനിൽ നിന്ന് ഒരു ഇൻഡിവിജ്വലിന്റെ സ്കോറിന്റെ ഡിസ്റ്റൻസ് ആണ് സ്റ്റാൻഡേർഡ് സ്കോർ എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ദെൻ അതിന്റെ റീസൺ ആയിട്ട് എന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ് സ്കോർസിനെ Z സ്കോർ ആയിട്ട് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യാറുണ്ടെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന റീസൺ. So both A and R are true, but R is not the correct explanation of A. രണ്ടും കറക്റ്റ് ആണ്. ഇവിടെ സ്റ്റാൻഡേർഡ് സ്കോർസ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നതും സ്റ്റാൻഡേർഡ് സ്കോർസിനെ Z സ്കോർ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന അസേർഷന്റെ റീസണിങ് അല്ല കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ബോത്ത് A and R are true and R is not the correct explanation of A. Okay, next is a random sample in which 2 or more subsamples are represented according to some predetermined proportion, generally in the same proportion as they exist in the population is called dash sample. എന്തായിരിക്കും ആൻസർ? അതായത് ഇപ്പോ നമ്മളുടെ പോപ്പുലേഷനിൽ 56% മെയിൽ, ബാക്കി വരുന്ന ഒരു 47% ആണ് ഫീമെയിൽ റേഷ്യോ, പിന്നെ ഒരു 20% ആണ് ചൈൽഡ് റേഷ്യോ എന്നുണ്ടെങ്കിൽ ആ സാമ്പിളിങ്ങിലും അതേ റേഷ്യോയിൽ നമ്മളൊരു 100 പേരെയാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 100ൽ 56% മെയില്, ബാക്കിയുള്ളത് ഫീമെയില്, 20% കുട്ടികൾ, ആ ഒരു സെയിം പ്രൊപ്പോർഷനിൽ തന്നെ നമ്മൾ സാമ്പിളിനെയും കൊണ്ടുവരിക. അങ്ങനെയുള്ള സാമ്പിളിന് ഏതാണ്? The answer is stratified random sampling. Okay, stratified random sampling. ഈ 4 സാമ്പിളിംഗ് മെത്തേഡും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് സാമ്പിളിംഗ് ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും എന്തായാലും ഉണ്ടാവും. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് പോപ്പുലേഷനെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്ലസ്റ്ററിനെ ചൂസ് ചെയ്യും. മൊത്തം പോപ്പുലേഷനെ ഓരോ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്ലസ്റ്ററിനെ എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം ആസ് യു ഓൾ നോ, വളരെ റാൻഡം ആയിട്ട് ഒരു പ്രീ ഡിറ്റർമിനേഷനും ഒരു നമ്മൾ ഒരു സ്ട്രാറ്റജിയും വെക്കാതെ റാൻഡം ആയിട്ട് ആൾക്കാർ കൊടുക്കുന്നതാണ്. എവ്രി വൺ ഹാസ് എൻ ഈക്വൽ ചാൻസ്, എവ്രി വൺ ഹാസ് എൻ ഈക്വൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് സെലക്ടഡ്. അതാണ് സിമ്പിൾ റാൻഡം. ക്ലസ്റ്റർ പറഞ്ഞു. സ്ട്രാറ്റിഫൈഡ് റാൻഡം ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. സോ ആ ക്വസ്റ്റ്യൻ സ്ട്രാറ്റിഫൈഡ് റാൻഡം ആയിട്ട്, അതായത് നമ്മളുടെ ശരിക്കും ഉള്ള പോപ്പുലേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അതേ പ്രൊപ്പോർഷനിൽ തന്നെ സാമ്പിൾ ഉണ്ടാക്കുക, അതാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം. ഓക്കെ, പിന്നെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് റെഗുലർ ഇന്റർവെല്ലിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ കമ്പ്യൂട്ടറിൽ എല്ലാവരുടെയും പേര്, ഒരു പഞ്ചായത്തിൽ ഒരു ടെസ്റ്റ്, എന്തെങ്കിലും ഒരു റിസർച്ച് ആണ് നമുക്ക് നടത്തുന്നത്. പഞ്ചായത്തിലെ ആൾക്കാർ ഇവിടുത്തെ വേസ്റ്റ് കളക്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണോ? പഞ്ചായത്തിലെ എല്ലാ ആൾക്കാരുടെ പേരും എഴുതുക. എന്നിട്ട് അതിൽ നിന്ന് എവ്രി 5th person, 5ാമത്തെ ആളെ, 10ാമത്തെ ആളെ, 15ാമത്തെ ആളെ, 20ാമത്തെ ആളെ, എവ്രി 5th person അല്ലെങ്കിൽ എവ്രി 3rd person നമ്മൾ സാമ്പിൾ ആയിട്ട് ചൂസ് ചെയ്യുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഒരു റെഗുലർ ഇന്റർവെല്ലിൽ ആൾക്കാരെ ചൂസ് ചെയ്യുക എന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇവിടെ ആൻസർ സ്ട്രാറ്റിഫൈഡ് റാൻഡം ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇസ് മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് ആക്ച്വലി നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് 4ന്റെ ആൻസറും അറിയില്ലെങ്കിലും 2 നമുക്ക് ഉറപ്പുണ്ട്, ആൻഡ് ആ 2 ഓപ്ഷൻ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ എന്നുണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ ലിസ്റ്റ് 1ൽ കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റിങ്ക്ട്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ,
ബിഹേവിയറൽ ആക്ടിവേഷൻ സിസ്റ്റം, ഇൻസെന്റീവ്. സോ ഇൻസ്റ്റിങ്ക്റ്റ് ഇവിടെ എന്തായിട്ടാണ് ലിങ്ക് ചെയ്യാൻ നമുക്ക് പറ്റുക? അതിനു മുമ്പ് ജസ്റ്റ് ആൻസർ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇവിടെ ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആൻസർ ഡ്രോപ്പ് ആവുകയാണ് ചെയ്തേക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ശരിക്കുള്ള എക്സാമിൽ അവർ ഈ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്തിട്ടില്ല. ബിക്കോസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ അവർ കൊടുത്തിട്ടില്ല. ഓക്കെ, സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് അവർ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുക. അതായത് അവർ എക്സാമിനിങ് ടൈമിൽ അവർ ആ ക്വസ്റ്റ്യൻ കറക്ഷൻ ടൈമിൽ അവർ ആ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യില്ല. പക്ഷെ നമുക്ക് ഇവിടെ അതിന്റെ കറക്റ്റ് ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫിക്സഡ് ആക്ഷൻ പാറ്റേണിനെയാണ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഇപ്പോ എനിക്ക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഫിസിയോളജിക്കൽ ആഗ്രഹങ്ങൾ പുറത്തേക്ക് ഒരു സൈക്കോളജിക്കൽ വിഷായിട്ട് വരുന്നതാണ് ഇൻസ്റ്റിങ്ക്റ്റ്. വിശപ്പ് എന്നത് എന്റെ ഒരു ഫിസിയോളജിക്കൽ നീഡാണ്. ആ നീഡ് പുറത്തേക്ക് വരാൻ എനിക്ക് എന്തായിട്ടാണ്, എനിക്ക് ഫുഡ് ആവശ്യമാണ്. ഫുഡ് ആവശ്യമുള്ളപ്പോൾ എന്താണ്, ഞാൻ ഒന്നില്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു. ഒരു ഫിക്സഡ് ആക്ഷൻ പാറ്റേൺ ഉണ്ടാവും ഇൻസ്റ്റിങ്ക്റ്റിന്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള റിവാർഡ് അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, വെൽബീയിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആവുക. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്, പുറത്തുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ല. ആൻഡ് ഇത് സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയുടെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ബിഹേവിയറൽ ആക്ടിവേഷൻ സിസ്റ്റം ഇസ് റിലേറ്റഡ് വിത്ത് എൻവയൺമെന്റൽ മോട്ടിവേഷണൽ ട്രിഗർ. ഓക്കെ, ദെൻ ഇൻസെന്റീവ്. ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവാർഡ്. നമ്മൾ എന്തെങ്കിലും കാര്യം ഇൻസെന്റീവിന് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിവാർഡിന് വേണ്ടി ചെയ്യുകയാണെന്നാണ് കേട്ടോ ഇൻസെന്റീവ്. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. സോ ചിലതിൽ നിങ്ങൾക്ക് എല്ലാം അറിയുമെങ്കിൽ പോലും കറക്റ്റ് ഓപ്ഷൻസ് കിട്ടുന്നില്ല എങ്കിൽ എന്താണ്, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് സമയം പിന്നെ അതൊന്നും കളയരുത്. ഇടയ്ക്ക് ഇങ്ങനെയും പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 4 or 5 ഡ്രോപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതും ഒരു ഡ്രോപ്പ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് given below are 2 statements and the question is in the light of above statements choose the correct answer. ഇത് റീസൺ അസേർഷൻ അല്ല, മറിച്ച് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. റീസൺ അസേർഷനിൽ അസേർഷന്റെ റീസൺ തന്നെയാണോ ആറിൽ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കണം. ബട്ട് ഇവിടെ ഇറ്റ് 2 statements. First one, people who suffer from anorexia nervosa are afraid of becoming fat and they binge eat and then purge food. Anorexia nervosa ഉള്ള ഒരു ബിഞ്ച് ഈറ്റ് എന്ന് പറഞ്ഞാൽ ഇടക്കിടക്കിടക്ക് കഴിക്കുകയും അത് പേർജ് ചെയ്യുക. ദാറ്റ് മീൻസ് അത് പുറത്തേക്ക്, അത് വൊമിറ്റ് ചെയ്ത് കളയുകയും മറ്റേതെങ്കിലും രീതിയിൽ അത് പുറത്തേക്ക് എടുക്കുക. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് പീപ്പിൾ ഹു സഫർ ഫ്രം anorexia nervosa are becoming fat and severely restrict their food intake to the extent of starvation. ഇപ്പൊ anorexia nervosa-യുടെ 2 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിന് എന്ത് മനസ്സിലാവും? ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഉള്ളൂ എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇവിടെയും പറ്റാവുന്ന 4 പോസിബിലിറ്റീസും ഓപ്ഷൻസിലുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 and 2 are true, statement 1 and 2 are false, statement 1 is correct but 2 is false, statement 1 is incorrect but 2 is true. 4 പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ട്. And the answer is statement 1 is incorrect but statement 2 is true. Okay, statement 1 ഇവിടെ കൊടുത്തിരിക്കുന്നത് ബുലിമിയ നെർവോസയുടെ സിംറ്റംസ് ആണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റും സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണ്. അനോറക്സിയ നെർവോസ ഉള്ളവരുടെ സിംറ്റംസ് ആണ് ഫുഡ് റെസ്ട്രിക്ട് ചെയ്യുകയും സ്റ്റാർവേഷൻ ലൈക്ക് മരിക്കാറാവുന്നത് വരെ തിന്നാതെ നടക്കുക എന്നുള്ളത്. ആദ്യം പറഞ്ഞ ബിഞ്ചീറ്റ് ചെയ്ത് പേർജ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു ഈറ്റിംഗ് ഡിസോർഡർ ആയ ബുലിമിയ നെർവോസയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയൊക്കെ ഒരേ സാധനത്തിന്റെ ഇങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് കൂടുതലാണ്. സോ ഇങ്ങനെ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നല്ല തറവായിരിക്കുക. Next is contralateral neglect is often associated with large lesions of the right lobe. Contralateral neglect വരുന്നത് റൈറ്റ് ലോബിൽ ഉള്ള ഏത് പാർട്ടിന്റെ അല്ലെങ്കിൽ ഏത് റൈറ്റ് ബ്രെയിൻ പാർട്ടിന്റെ ലോബിൽ വരുന്ന ലെഷൻസ് കാരണമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ബിഫോർ ദാറ്റ്, കോൺട്രലാറ്ററൽ നെഗ്ലെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഒരു സൈഡിലെ വിഷ്വൽ ഫീൽഡിന് ഡെഫിസിറ്റ് വരിക. ഓക്കെ, ഏതെങ്കിലും റൈറ്റ് ഓർ ലെഫ്റ്റ് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മുടെ വിഷ്വൽ ഫീൽഡിന് എന്തെങ്കിലും ഒരു ഡെഫിസിറ്റ് വരുന്നതിനെയാണ് കേട്ടോ കോൺട്രാലാറ്ററൽ നെഗ്ലെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അധികവും വിഷ്വൽ ഫീൽഡ് എന്ന് കാണുമ്പോൾ ഓക്സിപീറ്റൽ
എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ബട്ട് അങ്ങനെ പോവരുത്. നമ്മൾ ഈ ഒരു കോൺട്രാലാറ്ററൽ നെഗ്ലക്ട് എന്നത് പെറൈറ്റൽ ലോബ് ഹാൻഡിൽ ചെയ്യുന്നതാണ് കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡിലെ മാത്രം വിഷ്വൽ ഫീൽഡിനെയാണ് ഇത് എഫക്ട് ചെയ്യുക. ആൻഡ് അറ്റൻഷൻ, ഡെഫിസിറ്റ് ഇൻ അറ്റൻഷൻ ടു വൺ സൈഡ് ഓഫ് വിഷ്വൽ ഫീൽഡ്. ഓക്കെ, സോ കോൺട്രാലാറ്ററൽ നെഗ്ലക്ട് എന്ന പേര് വരികയാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് പെറൈറ്റൽ ലോബുമായിട്ടാണ്. നെക്സ്റ്റ് ഇസ് കോൾബർഗ് തിയറിയിലെ 4 തിയറിനെ കുറിച്ച് 4 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ ആയിട്ടുള്ളത് എന്നാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് Kohlberg ignored the powerful emotions of pride, shame, guilt that influence our moral thoughts and actions. Good boy or good girl orientation occur in the post-conventional morality stage. Naive hedonism characterizes the behavior of children in the stage of conventional morality. Kohlberg believes that stages of moral development follows an invariant and universal sequence. Okay, so ഇതിലെ ഏതൊക്കെയാണ് കറക്റ്റ് ആവാൻ സാധ്യതയുള്ളത്? Let's see, B and D only. ഇതിലെ രണ്ടെണ്ണേ ട്രൂ ഉള്ളൂ. ദാറ്റ് ഇസ് ഗുഡ് ബോയ് ഓർ ഗുഡ് ഗേൾ ഓറിയന്റേഷൻ. അതും പിന്നെ എന്താണ് സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് ഫോളോസ് ആൻ ഇൻവേരിയന്റ് ആൻഡ് യൂണിവേഴ്സൽ സീക്വൻസ്. ലോകത്ത് എവിടെയായാലും കുട്ടികൾ ഉണ്ടാവുന്ന ഒരു ഡെവലപ്മെന്റ് ഇങ്ങനെയാണ് എന്ന് കോൾബർഗ് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്, ബി ആൻഡ് ഡി ഓൺലി. ഓക്കെ, ദെൻ ഇവിടെ ഈ നേവ് ഹിഡോണിസം അതിൽ വന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിലുള്ള മിസ്റ്റേക്ക് എന്താണ്? നേവ് ഹിഡോണിസം എന്ന് പറയുന്നത് പ്രീ കൺവെൻഷണൽ സ്റ്റേജിൽ വരുന്നതാണ് കേട്ടോ. കൺവെൻഷണൽ സ്റ്റേജ് ഓഫ് മൊറാലിറ്റി അല്ല, മറിച്ച് പ്രീ കൺവെൻഷണൽ സ്റ്റേജിൽ സംഭവിക്കുന്നതാണ്. ആൻഡ് നേവ് ഹിഡോണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി മോറൽ ഡിസിഷൻസ് എടുക്കുന്ന ആ ഒരു ക്യാരക്ടറിനെയാണ് നേവ് ഹിഡോണിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് കേട്ടോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ റിസർച്ചർ വാണ്ട്സ് ടു ടെസ്റ്റ് if there is a significant difference between achievement scores of 8th grade students in mathematics before and after 2 months of instruction. Which of the following tests will be most appropriate to use? അതായത് മാത്സിൽ 2 മാസം ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാതെയും ആൻഡ് ആഫ്റ്റർ 2 months of instruction മാത്സിൽ, അതായത് ഒരു പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ആണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെ. സോ ഇവിടെ എന്തായിരിക്കും? chi square ആണോ, ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണോ, ഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണോ, പിയേഴ്സൺ ആണോ? ഒരു പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ്, അതായത് പ്രീ ടെസ്റ്റ് ആദ്യം ചെയ്യുക, ദെൻ ആഫ്റ്റർ ഇൻസ്ട്രക്ഷൻസ് വീണ്ടും ടെസ്റ്റ് ചെയ്യുക, അതിനെയാണ് കേട്ടോ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് മെത്തേഡ് എന്ന് പറയുക. സോ ഈ ഒരു മെത്തേഡിന് നമ്മൾ യൂസ് ചെയ്യുക ഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണ്. ഓക്കെ, പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് മെത്തേഡ് അനലൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂള് ഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണ്. Next is വീണ്ടും assertion reasoning question ആണ്. According to information processing theory, cognitive development is characterized by increase in storage capacity, processing speed and efficient executive functioning. ഇനി ഇതിന്റെ റീസൺ പറയുന്നത് the process of myelination is the most prolonged developmental change in human brain എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാം ഇത് രണ്ടും തമ്മിൽ വലിയൊരു റിലേഷൻ ഇല്ലാത്ത സെന്റൻസ് ആണ്. സോ റീസണിങ് ആവാൻ സാധ്യത ഇല്ല എന്നുള്ളത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. സോ ഇതിന് ആൻസർ വരുന്നത് എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അസേർഷനും കറക്റ്റ് തന്നെയാണ്, ആറും റീസൺ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. പക്ഷെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തമ്മിൽ റിലേഷൻ ഒന്നും ഇല്ല. ഓക്കെ, സോ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, ഇടയിൽ നോട്ട് ഉള്ളതും ഇല്ലാത്തതും നമ്മൾ മാറിപ്പോകരുത് കേട്ടോ.